Hi friends, എല്ലാവർക്കും നഴ്സിംഗ് ആസ്പിറൻസ് ടു ലേൺ നഴ്സിംഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ സിലബസ് ബേസ്ഡ് ക്ലാസ്സസ് ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളൊരു നഴ്സിംഗ് സ്റ്റുഡന്റ് ആണെങ്കിലും ഒരു നഴ്സ് ആണെങ്കിലും നിങ്ങൾക്ക് നമ്മുടെ ചാനലിലെ വീഡിയോസ് എല്ലാം യൂസ്ഫുൾ ആയിരിക്കും. സിലബസ് ബേസ്ഡ് ക്ലാസ്സിൽ സെക്കൻഡ് യൂണിറ്റ് നമ്മുടെ ഫസ്റ്റ് ഇയറിന്റെ അനാറ്റമി ആൻഡ് ഫിസിയോളജിയിലെ സെക്കൻഡ് യൂണിറ്റ് ആണ് നമ്മളിപ്പോൾ ഡീൽ ചെയ്യുന്നത് റെസ്പിറേറ്ററി സിസ്റ്റം. റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെ അനാറ്റമി എല്ലാം കംപ്ലീറ്റ് ചെയ്തു. ഫിസിയോളജിയാണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും 1-2 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2-3 ക്ലാസ് കൂടെ വേണം നമ്മുടെ ഈ ഒരു യൂണിറ്റ് കംപ്ലീറ്റ് ആകാൻ വേണ്ടിയിട്ട്. എല്ലാവരും എല്ലാ വീഡിയോസും അതായത് ആദ്യം മുതലുള്ള എല്ലാ വീഡിയോസും കാണാൻ ശ്രമിക്കുക. സിസ്റ്റം വൈസ് ആ ഒരു ഓർഡർ വൈസ് നിങ്ങൾ പഠിക്കുമ്പോഴേ കൃത്യമായി നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നോട്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. നന്നായിട്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് നല്ല ഒരു ജോലി അതായത് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി എക്സാംസിന് നല്ല മാർക്കോടെ തന്നെ നിങ്ങൾക്ക് പാസ്സാകാനും പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാവരും പഠിക്കുന്നു വിചാരിക്കുന്നു. നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലോ ടെലിഗ്രാം ഗ്രൂപ്പിലോ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് ഷെയർ ചെയ്യുന്ന സ്റ്റഡി മെറ്റീരിയൽസുകളൊക്കെ കിട്ടാനും വേണ്ടിയിട്ട് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാൻ ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വാട്സ്ആപ്പിന്റെ നമ്പർ ഇവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസ് ഇനിയും അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്കത് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ചെറിയൊരു ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത്. കാരണം ഈ ഒരു ചെറിയ ടോപ്പിക്ക് കൂടെ വേറൊരു ടോപ്പിക്കിന് മിക്സ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അതിന് സെപ്പറേറ്റ് ആയിട്ട് എടുക്കുന്നതേ ഉള്ളൂ. അടുത്തുള്ളത് ഇച്ചിരി വലിയൊരു ടോപ്പിക്കാണ്. നമുക്ക് എക്സ്റ്റേണൽ റെസ്പിറേഷൻ ഇന്റേണൽ റെസ്പിറേഷൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അപ്പൊ അത് നമുക്ക് അത് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പൊ ഇത് വെന്റിലേഷൻ ആൻഡ് പെർഫ്യൂഷൻ. അപ്പൊ നമുക്കറിയാം എന്താണ് വെന്റിലേഷൻ. ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചു പൾമണറി വെന്റിലേഷൻ എന്താണെന്ന്. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കുന്നത് വെന്റിലേഷനും പെർഫ്യൂഷനും തമ്മിലുള്ള റിലേഷൻ ആണ്. അപ്പൊ നമുക്ക് നോക്കിയാലോ. ഓക്കെ, ഇപ്പൊ നമ്മുടെ ഇതിപ്പോ ഓൾറെഡി റെഡി ആയിട്ടുള്ള ക്ലാസ്സുകളാണ് ഞാൻ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ഫിസിയോളജിയുടെ സിലബസ് ആണിത്. നമുക്ക് ലാസ്റ്റ് ക്ലാസ് ആകുമ്പോൾ ഇതെല്ലാം ഒന്നുകൂടി ഒന്ന് ഡീൽ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? വെന്റിലേഷൻ ആൻഡ് പെർഫ്യൂഷൻ ആണ്. വെന്റിലേഷൻ ആൻഡ് പെർഫ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? 2 കാര്യങ്ങളാണ്. വെന്റിലേഷൻ എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മുടെ എയർ എക്സ്ചേഞ്ച്, നമ്മുടെ ശ്വാസകോശത്തിനകത്തോട്ട് നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിനുള്ളിലോട്ട് എയർ മൂവ് ചെയ്യുകയും തിരിച്ച് അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? എയർ പുറത്തോട്ട് മൂവ് ചെയ്യുന്നത് അല്ലെ. കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയ എയർ പുറത്തോട്ട് പോകുന്നു, ഓക്സിജൻ അടങ്ങിയ എയർ ഉള്ളിലോട്ട് പോകുന്നു. അപ്പൊ ആ ഒരു മൂവ്മെന്റിന്, എയറിന്റെ ആ മൂവ്മെന്റിനെയാണ് നമ്മൾ വെന്റിലേഷൻ എന്ന് പറയുന്നത്. ഇനി പെർഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ഓർഗനിലോട്ടും ഉള്ള ബ്ലഡ് സപ്ലൈ ആണ്, ഫ്ലോ ഓഫ് ബ്ലഡിനെയാണ് എന്ത് പറയുന്നത്? പെർഫ്യൂഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചിലപ്പോൾ സെറിബ്രൽ പെർഫ്യൂഷൻ, പൾമണറി പെർഫ്യൂഷൻ, ഹെപ്പാറ്റിക് പെർഫ്യൂഷൻ അല്ലെങ്കിൽ റീനൽ പെർഫ്യൂഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഓരോ പർട്ടിക്കുലർ ഓർഗൻസിലോട്ടുള്ള ബ്ലഡ് സപ്ലൈ അല്ലെങ്കിൽ ഫ്ലോ ഓഫ് ബ്ലഡിനെയാണ് നമ്മുടെ ഈ പെർഫ്യൂഷൻ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ പൾമണറി പെർഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ലങ്സിലോട്ടുള്ള ബ്ലഡ് സപ്ലൈ. അതായത് നമ്മുടെ ബ്ലഡിലാണ് എന്തുള്ളത്? കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെങ്കിൽ വേസ്റ്റ് അടങ്ങിയിട്ടുള്ളത് അല്ലെ. അപ്പൊ ആ വേസ്റ്റ് ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെയാണ് നമുക്ക് ലങ്സിൽ വെച്ച് എക്സൈജ് ചെയ്യുന്നത്. അപ്പൊ ലങ്സിലോട്ട് ബ്ലഡ് എത്തിച്ചേർന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അവിടെ നമുക്ക് ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് എക്സ്ചേഞ്ച് നടത്തി തിരിച്ച് പ്യുവർ ആയിട്ടുള്ള ബ്ലഡ് പൾമണറി വെയിൻ വഴി തിരിച്ച് നമ്മുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലോട്ട് ഹാർട്ട് വഴി പോവുകയുള്ളൂ. അപ്പൊ ഇതാണ് പെർഫ്യൂഷൻ എന്ന് പറയുന്നത്. നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് വായിച്ചു നോക്കാം. The important aspects of gas exchange in the lung are ventilation and perfusion. Ventilation is the movement of air into and out of the lung. Already ഞാൻ പറഞ്ഞു നമ്മുടെ ലങ്സിനുള്ളിലോട്ട് എയർ ഉള്ളിലോട്ട് പോവുകയും പുറത്തോട്ട് പോവുകയും ചെയ്യുന്നതിനാണ് വെന്റിലേഷൻ എന്ന് പറയുന്നത്. ആൻഡ് പെർഫ്യൂഷൻ ഈസ് ദ ഫ്ലോ ഓഫ് ബ്ലഡ്. ഓക്കെ, അതെന്താണ്? നമ്മുടെ ലങ്സിലോട്ടുള്ള ബ്ലഡിന്റെ ഫ്ലോ ആണ് പെർഫ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയി കാണാം. ഇനി ഇതെങ്ങനെ നടക്കുന്നത് നോക്കാം. For gas exchange to be efficient, gas exchange നന്നായിട്ട് നടക്കണമെങ്കിൽ the volumes involved in ventilation and perfusion should be compatible. അതായത് നമ്മൾ ഓൾറെഡി നമ്മൾ ലങ് വോള്യൂംസും ലങ് കപ്പാസിറ്റീസും പഠിച്ചു അല്ലെ. എത്രയാണ് എയർ ഉള്ളിലോട്ട് കയറേണ്ടത്? നമ്മൾ ശ്വസിക്കും ഡീപ്പ് ഇൻസ്പിറേഷൻ എടുക്കുമ്പോൾ എത്ര എയർ വരും, ഡീപ്പ് എക്സ്പിറേഷൻ എടുത്താൽ എത്ര എയർ പോകും, അല്ലെങ്കിൽ റെസിഡ്യുവൽ വോള്യൂം എത്രയാണ്, അങ്ങനെയൊക്കെ പഠിച്ചത്. അപ്പൊ ഇതെല്ലാം കറക്റ്റ് ആയിട്ട് റെഗുലർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ നമ്മുടെ ലങ്സിലോട്ടുള്ള വെന്റിലേഷൻ പെർഫ്യൂഷനും കമ്പാറ്റബിൾ ആയിരിക്കുള്ളൂ. കമ്പാറ്റബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആയിരിക്കുള്ളൂ. ഓക്കെ, അപ്പൊ ഇത് ലങ്സ് വോളിയം മാത്രമല്ല, പിന്നെ ഗ്രാവിറ്റി എഫക്ട്സ് ഓഫ് ദ ബ്ലഡ്, ബ്ലോക്ക്ഡ് ആൽവിയോളാർ ഡക്ട്സ് ഓർ എനി ഡിസീസസ്, ഇതെല്ലാം തന്നെ എന്ത് ചെയ്യാം? വെന്റിലേഷൻ പെർഫ്യൂഷനെ ഇംബാലൻസ്ഡ് ആക്കാം. അതായത് ഈ ഒരു നോർമൽ ആയിട്ട് നടക്കുന്ന വെന്റിലേഷൻ പെർഫ്യൂഷൻ എന്തൊക്കെ കൊണ്ട് ഇംബാലൻസ്ഡ് ആകാം? എന്തെങ്കിലും ഗ്രാവിറ്റി എഫക്ട്സ്, ബ്ലഡിലുള്ള എന്തെങ്കിലും തിക്നെസ്സോ അല്ലെങ്കിൽ ഗ്രാവിറ്റി എഫക്ട്സിന്റെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായാൽ, അതുപോലെ തന്നെ നമ്മുടെ ആൽവിയോലാർ ഡക്റ്റിലാണ് നമ്മുടെ ഗ്യാസ് വന്നിട്ട് ബ്ലഡിലോട്ട് എക്സ്ചേഞ്ച് ചെയ്യുന്നത്, ഓക്സിജൻ എക്സ്ചേഞ്ച് നടക്കുന്നത്.
അവിടെ എന്തെങ്കിലും ആൽവിയോലാർ ഡക്റ്റിൽ ബ്ലോക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു പെർഫ്യൂഷനും വെന്റിലേഷനും കറക്റ്റ് നടക്കില്ല. അതുപോലെ തന്നെ എന്തെങ്കിലും ലങ് ഡിസീസസ് ഉണ്ടെങ്കിലും അത് വെന്റിലേഷനും പെർഫ്യൂഷനും ഇംബാലൻസ്ഡ് ആയി മാറും. ഇനി നോർമലി എങ്ങനെയാണ് ഒരു ഇംബാലൻസ് ഇല്ല എങ്കിൽ എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നത് നോക്കാം. ദ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഇൻ ആൽവിയോലാർ എയർ ഈസ് 104 mmHg. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? എന്താണ് പാർഷ്യൽ പ്രഷർ? അതായത് നമ്മുടെ എയർ എന്ന് പറയുന്നത് നൈട്രോജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, അങ്ങനെ അതല്ലാതെ പല പല ഗ്യാസസ് ഒക്കെ കാണുമല്ലേ. അപ്പൊ ഇതെല്ലാം മിക്സ് ചെയ്താണ് എയർ വരുന്നത്. പ്യുവർ ഓക്സിജൻ അല്ല നമ്മളവിടെ നമ്മുടെ അറ്റ്മോസ്ഫിയറിക് എയർ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ ഓരോ ടോട്ടലി ഉള്ള അറ്റ്മോസ്ഫിയർ പ്രഷർ നമ്മൾ എത്രയാണെന്ന് പഠിച്ചു? 756 ആണ് പഠിച്ചു അല്ലെ. അപ്പൊ അത് ടോട്ടലി ഉള്ള അറ്റ്മോസ്ഫിയർ പ്രഷർ. ഇതിൽ ഓരോ ഗ്യാസും ചെലുത്തുന്ന പ്രഷറിനെയാണ് പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡിന് പാർഷ്യൽ പ്രഷർ ഉണ്ട്, ഓക്സിജനും പാർഷ്യൽ പ്രഷർ ഉണ്ട്. അപ്പൊ ഇതില് നമ്മുടെ ആൽവിയോലയിൽ എത്തുന്ന എയറിന്റെ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ എന്ന് പറയുന്നത്, അവിടുത്തെ ഓക്സിജന്റെ മാത്രമായിട്ടുള്ള പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് എത്രയാണ്? 104 mmHg ആണ് ആൽവിയോലയിലുള്ളത്. ഓക്കെ. എന്നാൽ ആ ഒരു പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഇൻ വീനസ് ബ്ലഡ് അല്ലെങ്കിൽ പൾമണറി വെയിനിലോട്ട് എത്തുമ്പോൾ, പൾമണറി വെയിനിലോട്ടാണ് നമ്മുടെ ഗ്യാസ് എക്സ്ചേഞ്ച് നടന്ന ബ്ലഡ് പോകുന്നത് അല്ലെ. ഗ്യാസ് എക്സ്ചേഞ്ച് നടന്നിട്ട് ബ്ലഡ് നമ്മുടെ പൾമണറി ആർട്ടീരിയോൾ വഴി ബ്ലഡ് ആൽവിയോലയിൽ എത്തുന്നു. ആൽവിയോലയിൽ നിന്നും അവിടെ നിന്ന് ഓക്സിജൻ വലിച്ചെടുത്ത് ആ ബ്ലഡിൽ ഉള്ളിലോട്ട് പോവുകയും ആ ബ്ലഡിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ ആൽവിയോലയിലോട്ട് കൊടുക്കുകയും ചെയ്തിട്ട് ഈ ആർട്ടീരിയോൾസ് പിന്നെ എന്ത് ചെയ്യുന്നു? വെന്യൂൾസ് ആയിട്ട് മാറുന്നു അല്ലെ, വീനസ് ആയിട്ട് മാറുന്നു, കാപ്പിലറീസ് ആയി മാറുന്നു. അത് പിന്നെ ജോയിൻ ചെയ്ത് വെയിനായി, പൾമണറി വെയിനായാണ് ഹാർട്ടിലോട്ട് പോകുന്നത്. അപ്പൊ ഈ പൾമണറി വെയിനിലോട്ടാണ് നമുക്ക് ഓക്സിജൻ അവിടെ കൊടുക്കേണ്ടത് അല്ലെ. അപ്പൊ ഈ പൾമണറി വെയിനിലുള്ള ബ്ലഡിലുള്ള ഓക്സിജന്റെ പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് എത്രയാണ്? 100 mmHg ആണ്. ഓക്കെ. ആ ഒരു ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കുക. ലങ്സിലുള്ള ആൽവിയോലയിലുള്ള ഓക്സിജന്റെ പാർഷ്യൽ പ്രഷർ 104 mmHgയും ഗ്യാസ് എക്സ്ചേഞ്ച് നടന്ന ബ്ലഡ് പോകുന്ന പൾമണറി വെയിനിലെ ബ്ലഡിന്റെ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ എന്ന് പറയുന്നത് 100 mmHg ആണ്. അപ്പൊ അതിൽ നമുക്ക് എന്ത് മനസ്സിലാവും? അതുകൊണ്ടാണ് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ആൽവിയോലയ്ക്കുള്ളിൽ അല്ലെങ്കിൽ ലങ്സിനുള്ളിൽ ആൽവിയോലയ്ക്കുള്ളിൽ കൂടുതലായതുകൊണ്ടാണ് ആൽവിയോലയിൽ നിന്നും ഓക്സിജൻ എങ്ങോട്ട് പോകുന്നത്? നമ്മുടെ ബ്ലഡ് വെസലിലോട്ട് പോകുന്നത്. ബ്ലഡ് വെസൽസിൽ എന്താണ്? 100 mg ആണല്ലോ. അപ്പൊ ഒരു 4 mmHg ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പൊ കൂടിയ പ്രഷർ കൂടിയ ഭാഗത്തുനിന്നും കുറഞ്ഞ ഭാഗത്തോട്ട് ഗ്യാസ് അവിടെ മൂവ് ചെയ്യുന്നു. അതുകൊണ്ടാണ് ആൽവിയോലയിൽ നിന്ന് വെയിനിലോട്ട്, നമ്മുടെ പൾമണറി വെയിനസ് സപ്ലൈയിലോട്ട് നമ്മുടെ ഓക്സിജൻ പോകുന്നത്. ഓക്കെ. അപ്പൊ ആ ഒരു ഡിഫറൻസ് എപ്പോഴും ഉണ്ടെങ്കിൽ മാത്രമേ പ്രോപ്പർ റേറ്റിൽ ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുകയുള്ളൂ. വെൻ വെന്റിലേഷൻ ഈസ് സഫിഷ്യന്റ്, വെന്റിലേഷൻ കറക്റ്റ് ആയിട്ട് നടക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്? ഓക്സിജൻ എൻറ്റേഴ്സ് ഇൻ ദ ആൽവിയോലൈ അറ്റ് എ ഹൈ റേറ്റ് ആൻഡ് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഇൻ ആൽവിയോലൈ റിമൈൻസ് ഹൈ. കറക്റ്റ് ആയിട്ട് നടക്കുന്നു എന്ന് അർത്ഥമാക്കുന്നത് അതായത് ഈ ഒരു പ്രഷർ ഗ്രേഡിയന്റ് 104 and 100 mmHg എന്നുള്ള ആ ഒരു ഡിഫറൻസ് ആൽവിയോലയും പൾമണറി വീനസ് ബ്ലഡും തമ്മിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ടാണ് കറക്റ്റ് ആയിട്ട് ഓക്സിജൻ അവിടെ ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നത്. ഇഫ് ദർ ഈസ് any drop in partial pressure of oxygen in alveoli, ആൽവിയോയിലുള്ള 104 നിന്നും എന്തെങ്കിലും ഒരു കാരണത്താൽ ഈ പ്രഷർ ഡ്രോപ്പ് ആയാൽ, മീൻസ് കുറഞ്ഞാൽ എന്ത് ചെയ്യും? അവിടെ ആ ഒരു എക്സ്ചേഞ്ച് നടക്കില്ല. കാരണം ആൽവിയോയിലുള്ള ആ ഒരു ഓക്സിജൻ എങ്ങോട്ട് പോകില്ല? പൾമണറി വെയിനിലോട്ട് പോകില്ല. വിത്തൗട്ട് ലാർജ് ഡിഫറൻസ് ഇൻ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ alveoli and blood, oxygen does not diffuse effectively across the respiratory membrane. അങ്ങനെ ആ ഒരു ഡിഫറൻസ് മെയിൻറ്റെയിൻ ചെയ്തില്ല എങ്കിൽ ആൽവിയോലയിൽ നിന്നും എന്ത് ചെയ്യില്ല? ഓക്സിജൻ ബ്ലഡിലോട്ട് പോകില്ല. ഓക്കെ. അപ്പൊ അത് ക്ലിയർ ആയല്ലോ എങ്ങനെയാണ് ആ ഒരു ഗ്യാസ് എക്സ്ചേഞ്ച് അവിടെ പ്രഷർ സാധ്യമാക്കുന്നതെന്ന്. അപ്പൊ നമ്മുടെ ഒരു ഈ ഒരു ചിത്രം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി കൊടുക്കുന്നത് പൾമണറി വെന്റിലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നോസ് വഴി എത്തുന്ന എയർ ലങ്സിലോട്ട് എത്തുന്നു, ലങ്സിൽ എത്തുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തോട്ട് പോകുന്നു, അതാണ് വെന്റിലേഷൻ. ഇനി പെർഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാർട്ടിൽ നിന്നും എന്ത് ചെയ്യുന്നു? ഹാർട്ടിൽ നിന്നും എത്തുന്ന പൾമണറി ആർട്ടറി വഴി എത്തുന്ന ബ്ലഡ് കാപ്പിലറീസ് ആയിട്ട് അതിങ്ങോട്ട് വരുന്നു, നമ്മുടെ ലങ്സിനുള്ളിൽ ആൽവിയോലയുടെ പുറത്തുള്ള റെസ്പിറേറ്ററി മെംബ്രെയിനിലോട്ട് വരുന്നു. ചെറിയ ചെറിയ കാപ്പിലറീസിലൂടെ അവിടെ വെച്ച് ഗ്യാസ് എക്സ്ചേഞ്ച് നടന്ന് അത് തിരിച്ച് അതവിടെ ഇവിടെ പോകുന്ന വെയിനായിട്ട് തിരിച്ച് ഹാർട്ടിലോട്ട് പോകുന്നു. ഈ ബ്ലഡ് സപ്ലൈ ആണ് പെർഫ്യൂഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? ഓക്കെ.
In cases when ventilation is not sufficient, correct ആയിട്ട് വെന്റിലേഷൻ ആൽവിയോലസിൽ നടക്കുന്നില്ല, അതായത് ആൽവിയോലയിൽ കറക്റ്റ് ആയിട്ട് എയർ ഫില്ല് ചെയ്ത് ആ എയർ എന്ത് ചെയ്യുന്നില്ല, കറക്റ്റ് ആയിട്ട് ബ്ലഡുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്ത് മനസ്സിലാക്കാം, അതായത് ആൽവിയോലയ്ക്കകത്തുള്ള പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഹൈ അല്ല, ലോ ആണ്, അതുകൊണ്ടാണ് അവിടെ എക്സ്ചേഞ്ച് നടക്കാത്തത് എന്നുള്ളത് മനസ്സിലാക്കാം. ദ ബോഡി റീഡയറക്ട്, അങ്ങനെ ആൽവിയോലസിൽ സഫീഷ്യന്റ് ആയിട്ടുള്ള എയർ ഓക്സിജൻ പാർഷ്യൽ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്തില്ല എങ്കിൽ എന്ത് ചെയ്യും, ബോഡി റീഡയറക്ട് blood flow to alveoli that are receiving sufficient ventilation. അപ്പൊ അതായത് ഒരു ആൽവിയോലയിൽ അല്ലെങ്കിൽ കുറച്ച് ആൽവിയോലയിൽ ആ ഒരു സഫീഷ്യന്റ് വെന്റിലേഷൻ നടക്കുന്നില്ല എങ്കിൽ, കറക്റ്റ് എയർ ഫിൽ ചെയ്യുന്നില്ല എങ്കിൽ, എന്തെങ്കിലും ഡിസീസ് കാരണം അവിടെ ആൽവിയോലൈ കറക്റ്റ് എയർ അല്ലെങ്കിൽ ഓക്സിജൻ കറക്റ്റ് ആയിട്ട് എത്തുന്നില്ല എങ്കിൽ എന്ത് ചെയ്യും, നമ്മുടെ പൾമണറി ബ്ലഡ് വെസൽസ് അല്ലെ, നമ്മുടെ പൾമണറി ആർട്ടീരിയോൾസ് ആ ആൽവിയോലയിലുള്ള ബ്ലഡ് വെസൽസിനെ, ആ ഒരു കാപ്പിലറീസിനെ എല്ലാം കൺസ്ട്രിക്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും, അങ്ങോട്ടുള്ള ബ്ലഡ് സപ്ലൈ സ്റ്റോപ്പ് ചെയ്ത് പകരം നല്ല വെന്റിലേഷൻ കിട്ടുന്ന ആൽവിയോലസ് എവിടെയാണോ അങ്ങോട്ട് റീഡയറക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ അതൊന്നുകൂടി ഒന്ന് പറയാം. അതായത് ഇവിടെ കുറെ ആൽവിയോസ് ഉണ്ട്, ഇവിടെ കുറെ ആൽവിയോലസ് ഉണ്ട്, അങ്ങനെ കുറെ ആൽവിയോലൈ ഉണ്ട് നമ്മുടെ ലങ്സിൽ. അപ്പൊ ഈ ആൽവിയോലൈറ്റ് ബ്ലഡ് വരികയാണ്. അപ്പൊ ബ്ലഡ് വരുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇവിടെ കറക്റ്റ് ആയിട്ട് എന്തില്ല, വെന്റിലേഷൻ നടക്കുന്നില്ല, ഈ ആൽവിയോലസിൽ കറക്റ്റ് നിറയെ ഓക്സിജൻ എത്തുന്നില്ല, കറക്റ്റ് ഓക്സിജൻ എത്തുകയും പാർഷ്യൽ പ്രഷറോടെ മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുന്നില്ല. അങ്ങനെ വരുമ്പോൾ എന്ത്, ഇവിടുത്തെ ബ്ലഡ് വെസൽസ് അവിടെ കൺസ്ട്രിക്ട് ചെയ്ത്, അതായത് ആൽവിയോലയിലോട്ടുള്ള ഈ ആൽവിയോലയിലോട്ട് പോകേണ്ട ബ്ലഡ് വെസൽസ് കൺസ്ട്രിക്ട് ചെയ്തിട്ട് പകരം അവിടെ നിന്നുള്ള ബ്ലഡ് സപ്ലൈ എന്ത് ചെയ്യും, സഫീഷ്യന്റ് വെന്റിലേഷൻ ഉള്ള വേറെ ആൽവിയോലൈ ഉണ്ടെങ്കിൽ അങ്ങോട്ട് ഡയറക്റ്റ് ചെയ്യും. അതാണ് നമ്മുടെ ലങ്സിൽ നടക്കുന്നത്. ദിസ് ഈസ് അച്ചീവ്ഡ് ബൈ കൺസ്ട്രിക്റ്റിംഗ് ദ പൾമണറി ആർട്ടീരിയോൾസ് ദാറ്റ് സെർവ് ദ ഡിസ്ഫങ്ഷണൽ ആൽവിയോലസ്. ഡിസ്ഫങ്ഷണൽ ആയിട്ടുള്ള ആൽവിയോലസിലോട്ടുള്ള ആർട്ടീരിയോൾസിനെ, ചെറിയ ചെറിയ ബ്ലഡ് വെസൽസിനെ അവിടെ കൺസ്ട്രിക്ട് ചെയ്തിട്ട് ആ ബ്ലഡിനെ നമ്മൾ സഫീഷ്യന്റ് വെന്റിലേഷനുള്ള ആവശ്യത്തിന് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൽവിയോലസിലോട്ട് ആ ബ്ലഡ് പോകും. അപ്പൊ അവിടെ എന്ത് ചെയ്യും, കാരണം മറ്റേ ആൽവിയോലസിൽ പോയിട്ടും കാര്യമൊന്നുമില്ല, അവിടെ നമുക്ക് ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കാൻ പോകുന്നില്ല, പകരം എന്ത് ചെയ്യുന്ന പ്രോപ്പർലി വർക്ക് ചെയ്യുന്ന ആൽവിയോലസിലോട്ട് പോയിട്ട് അവിടെ എന്ത് ചെയ്യുന്നു, നമ്മുടെ അവിടുത്തെ ബ്ലഡ് വെസൽസ് എല്ലാം ഡയലേറ്റ് ചെയ്ത് ബ്ലഡ് വെസൽസ് എല്ലാം നല്ല വികസിച്ച് അവിടെ നിന്ന് പ്രോപ്പർ ബ്ലഡ് സപ്ലൈ നമ്മുടെ റെസ്പിറേറ്ററി മെംബ്രെയിനിലോട്ട് ആൽവിയോലയുടെ പുറത്തോട്ട് കൊടുക്കുന്നു, അവിടെ ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നു, തിരിച്ച് ആ പ്യുവർ ബ്ലഡ് വെയിൻ വഴി ഹാർട്ടിലോട്ട് പോകുന്നു. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ ആ ഒരു മെയിൻ്റനൻസ്, പെർഫ്യൂഷനും വെന്റിലേഷനും തമ്മിലുള്ള ഒരു റിലേഷൻ കൺട്രോൾ ചെയ്യുന്നത്. ഇതുപോലെ തന്നെ എന്തൊക്കെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ലെവല്, ഓക്സിജൻ ലെവല്, pH ലെവൽ, ഇതെല്ലാം എന്ത് ചെയ്യുക, ഈ ബ്ലഡ് ഫ്ലോയെ കൺട്രോൾ ചെയ്യാം. ഇനി മറ്റൊരു റിലേഷൻ കൂടി പഠിക്കുക. വെന്റിലേഷൻ ഈസ് റെഗുലേറ്റഡ് ബൈ ഡയമീറ്റർ ഓഫ് ദ എയർവേ. എയർവേ എന്ന് പറയുമ്പോൾ നമ്മുടെ ലങ്സിലോട്ട് എയർ എത്തുന്നതിനാണ് വെന്റിലേഷൻ എന്ന് പറയുന്നത് അല്ലെ, എത്തുകയും തിരിച്ചു പോകുകയും ചെയ്യുന്നത്. അപ്പൊ ഈ എയർ പ്രോപ്പർ ആയിട്ട് എത്തുകയും തിരിച്ചു പോകണമെങ്കിൽ എന്തായിരിക്കും, നമ്മുടെ എയർവേ ട്രാക്ട്, അതായത് നമ്മുടെ ട്രക്കിയ, ബ്രോങ്ക്, ഇതെല്ലാം പ്രോപ്പർ ആയിട്ട് ഡയലേറ്റ് ചെയ്യുകയും കൺസ്ട്രിക്ട് ചെയ്യുകയും ചെയ്യണം. എന്നാൽ മാത്രമേ എയർ ഉള്ളിലോട്ടും പുറത്തോട്ടും പോകുള്ളൂ. ഇത് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കുക. ഇത് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ബ്രോങ്കിയോൾസ് അല്ലെങ്കിൽ ബ്രോങ്ക് ഡയലേഷൻ എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത് പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ദ ആൽവിയോലൈക്ക് അനുസരിച്ചിട്ടാണ്. അതായത് നമ്മുടെ ആൽവിയോലൈക്കുള്ളിലുള്ള പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്, അതായത് കാർബൺ ഡൈ ഓക്സൈഡ് അവിടെ ചെലുത്തുന്ന പ്രഷറിനെയാണ് പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത്. അപ്പൊ പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലാവുമ്പോൾ എന്ത് ചെയ്യും, അവിടുന്ന് നമ്മുടെ ബ്രോങ്ക്യൂൾസ് എല്ലാം ഡയലേറ്റ് ചെയ്ത്, നമ്മുടെ എയർവേ ട്രാക്ട് എല്ലാം ഡയലേറ്റ് ചെയ്ത് ഇതിനുള്ളിൽ തങ്ങി നിൽക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ എന്ത് ചെയ്യും, പുറന്തള്ളും. അങ്ങനെയാണ് അവിടെ എയർ പുറത്തോട്ട് പോകുന്നത്. ഇനി ആൽവിയോലൈക്കുള്ളിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിന്റെ പാർഷ്യൽ പ്രഷർ കുറയുമ്പോൾ എന്ത് ചെയ്യും, പുറമെ നിന്നുള്ള എയറിനെ ഉള്ളിലോട്ട് എടുക്കുകയും ചെയ്യും. അത്തരത്തിലാണ് നമ്മുടെ വെന്റിലേഷനും പെർഫ്യൂഷനും നമ്മുടെ ലങ്സിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. ഒന്ന് ഓർത്തിരിക്കുക, ആൽവിയോലസിലാണ് എന്ത് ചെയ്യുന്നത്, ഓക്സിജൻ എക്സ്ചേഞ്ച് നടക്കുന്നത്, അവിടെയാണ് ബ്ലഡ് ആർട്ടീരിയോൾസ് വഴി ബ്ലഡ് എത്തുന്നത്. അപ്പൊ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ആൽവിയോലയിൽ കൂടുതലായിരിക്കുകയും ബ്ലഡ് വെസൽസിൽ കുറവാണോ ആയിരിക്കേണ്ടത്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും, ആൽവിയോലസിൽ നിന്നും ഓക്സിജൻ അവിടെ ബ്ലഡിലോട്ട് പോവുകയും പ്രോപ്പർ ആയിട്ട് വെന്റിലേഷനും പെർഫ്യൂഷനും നടക്കും. ഇനി സപ്പോസ് എന്തെങ്കിലും ഡിസീസ് കൊണ്ട് ആൽവിയോലയിൽ പ്രോപ്പർ വെന്റിലേഷൻ നടന്നില്ല എങ്കിൽ എന്ത് ചെയ്യും, അവിടെ ആ ആൽവിയോലസിലോട്ട് പോകുന്ന ബ്ലഡ് വെസൽസ് കൺസ്ട്രക്ട് ചെയ്തിട്ട് ആ ബ്ലഡിനൊക്കെ എങ്ങോട്ട് റീഡയറക്ട് ചെയ്യും, പ്രോപ്പർ ആയിട്ട് വെന്റിലേഷൻ, പ്രോപ്പർ എയർ ഉള്ള ആ ഒരു ആൽവിയോലോട്ട് പോവുകയും അവിടെ നിന്ന് ബ്ലഡ് വെസൽസ്
എന്ത് ചെയ്യും, അവിടെ ബ്ലഡിൽ ഗ്യാസ് എക്സ്ചേഞ്ച് ആയിരുന്നു, അവിടെ നിന്ന് ബ്ലഡുകൾ ബാക്കി വെയിൻ വഴി തിരിച്ചു പോകും. ഇങ്ങനെയാണ് നമ്മൾ നോർമലി പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ വെച്ച് പഠിച്ചത്. ഇനി നമ്മുടെ വെന്റിലേഷനും എയർവേയും തമ്മിലുള്ള റിലേഷൻ ആണ് പറയുന്നത്. ഡയമീറ്റർ ഓഫ് എയർവേ എങ്ങനെയാണ് നമ്മുടെ ബ്രോങ്കൈ ഡയലേറ്റ് ചെയ്യും കൺസ്ട്രിക്ട് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അതെന്താണ്, ആൽവിയോലയ്ക്കുള്ളിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിന്റെ പാർഷ്യൽ പ്രഷറാണ് അവിടെ നോക്കേണ്ടത്. ആൽവിയോലയ്ക്കകത്തുള്ള പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് കൂടുമ്പോൾ ഈ ബ്രോങ്കിയോൾസ് അല്ലെങ്കിൽ ബ്രോങ്കൈ ഡയലേറ്റ് ചെയ്ത് എന്ത് ചെയ്യുന്നു, അവിടെ നിന്ന് എയർ പുറത്തോട്ട്, മീൻസ് കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയ പാർഷ്യൽ പ്രഷർ കൂടി നിൽക്കുന്ന ആ എയർ പുറത്തോട്ട് കളയുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, തിരിച്ച് അവിടെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ പാർഷ്യൽ പ്രഷർ ലങ്സിനുള്ളിൽ അല്ലെങ്കിൽ ആൽവിയോലയ്ക്കുള്ളിൽ കുറയുമ്പോൾ തിരിച്ച് പുറത്തു നിന്നുള്ള എയർ ഉള്ളിലോട്ട്, ഓക്സിജൻ അടങ്ങിയ എയർ ഉള്ളിലോട്ട് വരുന്നു. ഓക്കെ, ഇങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് ആ ഒരു റിലേഷൻ വെന്റിലേഷനും പെർഫ്യൂഷനും കറക്റ്റ് ആയിട്ട് നടക്കുന്നത്. ഓക്കെ, അപ്പൊ ഇന്നൊരു ചെറിയ കാര്യമാണ് പഠിച്ചത്. ഈ രണ്ടും ജസ്റ്റ് ഓർത്തിരിക്കുക, മനസ്സിലോർത്തിരിക്കുക. സപ്പോസ് എന്തെങ്കിലും ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ വെന്റിലേഷനും പെർഫ്യൂഷനും വെച്ച് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ വേണ്ടി അല്ലെങ്കിൽ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഇത് പറഞ്ഞു തന്നത്. അപ്പൊ എല്ലാ ടോപ്പിക്സും നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ട്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് മാത്രമേ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് ഇനി ഒന്നും പഠിക്കാനില്ലാത്ത രീതിയിൽ കംപ്ലീറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് ഇതെല്ലാം ഇതിനുള്ളിൽ തന്നെ ഉൾക്കൊള്ളിച്ച് പോകുന്ന ആ ഒരു ഓർഡർ ആയിട്ടാണ് പോകുന്നത്. ഇനി നമ്മൾ എന്താ പറയാ പഠിക്കാൻ പോകുന്നത്, ഇനി നമ്മൾ ഗ്യാസ് എക്സ്ചേഞ്ച്, എക്സ്റ്റേണൽ റെസ്പിറേഷനും ഇന്റേണൽ റെസ്പിറേഷനും അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട് അടുത്ത ക്ലാസ്സിൽ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡിസോസിയേഷൻ കർവ് ഒക്കെ ഓക്സിജന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെയും ഗ്യാസ് എക്സ്ചേഞ്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ ഫീറ്റൽ ലങ് ഡെവലപ്മെന്റ്, റെസ്പിറേറ്ററി സിസ്റ്റം ഫീറ്റസിൽ ഡെവലപ്പ് ചെയ്യുന്ന ഓരോ സ്റ്റേജും എങ്ങനെയാണുള്ളത് പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് അതൊക്കെ അടുത്ത ക്ലാസ്സുകളിൽ നോക്കാം. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. താങ്ക് യു, ബൈ ബൈ.